ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലേ ബട്ടൺ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട പ്ലേ ബട്ടണിൻ്റെ ലേഔട്ട് ഞാനൊരു ഗ്ലോസി പേപ്പർ അല്ലെങ്കിൽ ഫോട്ടോ പേപ്പറിൽ ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലേ ബട്ടണിൻ്റെ ലേഔട്ട് മിറർ ചെയ്താണ് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കേണ്ടത്. ലേസർ പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ലേഔട്ട് ഈ ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ഒരു ലേഔട്ട് ഒരു കത്രിക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കോപ്പർ ക്ലാഡ് PCB ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോപ്പർ ക്ലാഡ് PCB ഉപയോഗിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു PCBയിലേക്ക് പ്രിൻ്റഡ് പേപ്പർ വയ്ക്കുക. ഇനി ഒരു അയൺ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ PCBയിൽ വച്ചിരിക്കുന്ന പ്രിൻ്റഡ് പേപ്പറിനെ നന്നായിട്ട് ചൂടാക്കുക. പ്രിൻ്റഡ് പേപ്പറിനെ കോപ്പർ ക്ലാഡ് PCBയിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ചൂടാക്കാൻ. ചൂടാക്കിയതിനു ശേഷം ഈ ഒരു PCBയെ ഒരു ട്രേയിലെ വെള്ളത്തിൽ ഇടുക. ഈ ട്രേയിലെ വെള്ളത്തിൽ കുതിർത്തുകൊണ്ടാണ് ഈ PCBയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പേപ്പർ ഇളക്കി കളയുവാൻ. പേപ്പറിൽ എടുത്ത പ്രിൻ്റ് വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു കോപ്പർ ക്ലാഡ് PCBയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. കോപ്പർ ക്ലാഡ് PCBയിൽ ട്രാൻസ്ഫർ ആയ ഈ ലേഔട്ട് ശരിയായ രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ ഒരു പേപ്പറിൽ മിറർ രീതിയിൽ എടുത്തത്. ഇനി ഒരു ടൂത്ത് ബ്രഷ് എടുത്തുകൊണ്ട് ഈ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഈ ഒരു PCBയിൽ നന്നായിട്ട് തന്നെ തേക്കുക. കോപ്പർ ക്ലാഡ് PCBയിലേക്ക് ട്രാൻസ്ഫർ ആയ ഈ ഒരു മഷിയിൽ ചെറിയ ചെറിയ പേപ്പറിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത്. ഇനി ഒരു CD മാർക്കർ എടുത്തതിന് ശേഷം ഈ ഒരു ലേഔട്ടിൽ ബ്രേക്കിംഗ് സംഭവിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ബ്രേക്കിംഗ് അവിടെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ബ്രേക്കിംഗ് ഉണ്ടായിരുന്ന എല്ലാ ഏരിയയിലും ഞാനിപ്പോൾ CD മാർക്കർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു PCBയെ ഒരു ട്രേയിൽ വച്ചതിന് ശേഷം ഇതിലേക്ക് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുക. പൗഡർ രൂപത്തിലാണ് ഫെറിക് ക്ലോറൈഡ് നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ സാധിക്കുക. അതിനെ വെള്ളത്തിലേക്ക് കലക്കി വേണം ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ. ഈ PCBയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത പ്രിൻ്റിൻ്റെ ലേഔട്ടുള്ള ഭാഗത്തെ കോപ്പർ ഒഴികെ മറ്റുള്ള എല്ലാ ഭാഗത്തുമുള്ള കോപ്പർ ഈ ഒരു ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഡിസോൾവ് ചെയ്തു. ഈ ഒരു പ്രോസസ്സിനെ എച്ചിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ PCBകൾ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡും ഈ ഒരു എച്ചിങ് മെത്തേഡാണ്. എച്ചിങ് പ്രോസസ്സ് വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ട്രേ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത്. എച്ചിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് PCB കിട്ടുക. ഈ ഒരു ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ്റെ കളർ മാറിയിരിക്കുന്നതായിട്ടും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ ഒരു PCB നന്നായിട്ട് കഴുകിയെടുക്കുക.
ഇനി ഒരു മെറ്റൽ സ്ക്രബ്ബർ എടുത്തുകൊണ്ട് ഇതിലെ മഷി നമുക്ക് ഇതുപോലെ ചുരുണ്ടിക്കളയാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് PCBയിൽ ഉണ്ടാക്കിയെടുത്ത കോപ്പർ പ്ലേ ബട്ടൺ. കൃത്യമായും ഒരു പ്ലേ ബട്ടൻ്റെ ലേഔട്ടിലാണ് നമുക്കിപ്പോൾ ഫൈനലായിട്ട് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കോപ്പർ പ്ലേ ബട്ടനെ സിൽവർ പ്ലേ ബട്ടൺ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സോൾഡറിങ് അയണും അതിലെ ലെഡുമാണ്. സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ലെഡ് ഉരുക്കിയതിന് ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു PCBയിലേക്ക് ലെഡ് അപ്ലൈ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൻ്റെ ഫൈനൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഈ ഒരു പ്ലേ ബട്ടൺ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ ഈ പ്ലേ ബട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.